ദേ നമ്മളിന്നൊരു റിസോർട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ദേ അടിപൊളി വ്യൂസൊക്കെ ഉണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഈ ഒരു താഴ്വാരത്ത് വരെ മാത്രമേ നമ്മളെ വണ്ടി കയറത്തുള്ളൂ കേട്ടോ. ബാക്കി ഇവർ തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു ജീപ്പിൽ വേണം നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ദേ ഇവിടം തൊട്ട് നമ്മൾ ജീപ്പിലാണ് കേട്ടോ ഇനി യാത്ര. ഒരു രക്ഷയില്ല കേട്ടോ ഈ ചേട്ടൻ്റെ ഡ്രൈവിങ്. പുള്ളിക്കാരെ തിരിച്ചു ഓടിച്ചുമൊക്കെ ഞങ്ങൾ നല്ല സേഫായിട്ട് മുകളിലെത്തിച്ചു. അങ്ങനെ നമ്മളെ റിസോർട്ടിലെത്തി കേട്ടോ. അതിനൊരു ചായയും പിന്നെ അതിനൊപ്പം നമ്മൾ കരുതിയ ഒരു ചെറിയൊരു വൈനും എല്ലാം കൂടി നമ്മളങ്ങ് ആഘോഷിച്ച് തുടങ്ങി കേട്ടോ. പക്ഷെ നമ്മളിവിടെ വന്നത് മെയിനായിട്ട് അവിടെ മീറ്റിങ്ങിന് വേണ്ടിയായിരുന്നു. ആദ്യം തന്നെ കുറച്ച് ആക്ടിവിറ്റീസായിട്ട് നമ്മൾ ആ മീറ്റിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ആ ഒരു ഡേ നമ്മൾ അങ്ങനെ അങ്ങ് ചിലവഴിച്ച കേട്ടോ. ദേ പിറ്റേന്ന് രാവിലെയുള്ള ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ നിങ്ങളീ കാണാൻ പോകുന്നത്. നമ്മളെ റൂമിൽ നിന്നുള്ള പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. എവിടെ പോയാലും പുലർച്ചെ തന്നെ എണീച്ച് മൊത്തം ഒന്ന് ചുറ്റി അടിക്കാനുള്ളത് ഞങ്ങളുടെ ശീലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി. രാവിലെ ആയപ്പോഴാണ് ഈ റിസോർട്ടിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലായത്. ദേ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ സംഭവം. പൊളി മൂടായിരുന്നു. നമ്മൾ തന്നെ ഏകദേശം 28 ആൾക്കാരുണ്ടായിരുന്നു. അതുകൂടാതെ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അത്ര ആൾക്കാർക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഇവിടെ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുറേ കിടിലൻ സ്പോട്ടുകളുണ്ട് കേട്ടോ അവിടെ. നമ്മൾ പക്ഷേ ഇതൊന്നുമല്ല തിരഞ്ഞെടുന്നത്. നമുക്ക് കുറച്ച് നാച്ചുറലായിട്ടുള്ള അടിപൊളി സീനറീസ് വേണമായിരുന്നു. അതും തിരഞ്ഞ് നേരെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. നേരെ താഴെയായിട്ടുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയും കണ്ട് അതുവഴി തന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോയി കേട്ടോ. പക്ഷെ അത് റിസോർട്ടുകാരുടെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടതാണ്. പോകുന്ന വഴിക്ക് കണ്ട കൊക്കോയും പേരക്കയും എല്ലാം പറിച്ച് രാവിലത്തെ വിശപ്പ് അങ്ങോട്ട് ഇറങ്ങി. ദേ ഈ ഒരു സാധനം കണ്ടോ, എന്താ സംഭവം എന്നറിയില്ലെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. തലേന്ന് പോകുമ്പോഴേ ഞാനിത് ശ്രദ്ധിച്ചതാണ്. ഇപ്പോൾ അടുത്ത് കണ്ടപ്പോൾ കയറി ഒരു ഫോട്ടോയും വീഡിയോ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ നടന്ന് നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി കേട്ടോ. ദേ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ സൂക്ഷിച്ച് പോകേണ്ട ഏരിയ. വേറെ ഒന്നുമല്ല, നിറച്ച അട്ടകളാണ് കേട്ടോ ഇവിടെ. ഈ ഒഴുകി പോകുന്ന വെള്ളമല്ലേ, ഇതിൻ്റെ അറ്റം പിടിച്ചങ്ങ് പോകുമ്പോൾ നമുക്കൊരു അടിപൊളി സീനറി ആണ്. അതിലേക്കുള്ള യാത്രയായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയത്. കണ്ടു നോക്കിയേ, ഇതുപോലുള്ള ഓരോ റിസോർട്ട് പോകുമ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളും ഉണ്ടാവും. അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ സംഭവം ആ ട്രിപ്പ് തന്നെ വേറൊരു വൈബാകും കേട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനും നമ്മുടെ റിസോർട്ടും എല്ലാം വരുന്നത് ആനക്കമ്പയിലാണ് കേട്ടോ. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് കരിമ്പ് റിസോർട്ട് എന്നാണ്. സംഭവം നിങ്ങൾക്ക് ആർക്കും പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി സീനറീസും കിട്ടില്ല സർവീസാണ് കേട്ടോ അവിടെ.